Good morning, all of you. Today, we are going to study the second part of our second module, that is, development of factory buildings. The factories of the early 19th century were powered by a single water wheel or steam engines. Then they moved to use the belts and shafts to activate individual machines. To make the belts and shafts shorter in order to reduce the power loss, factories built as multi-storied in order to make the run of the belts and shafts as short as possible. 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഫാക്ടറീസൊക്കെ ഒരു സിംഗിൾ വാട്ടർ വീൽ വെച്ചോ അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റീം എഞ്ചിൻ വെച്ചോ ആണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അവർ അതിൽ നിന്നും മാറി ബെൽറ്റ്സും ഷാഫ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഈ പവർ ലോസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ മെഷീൻസിൻ്റെ ബെൽറ്റ്സിൻ്റെയും ഷാഫ്റ്റ്സിൻ്റെ ഒക്കെ ലെങ്ത്ത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കുറക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്തായിരുന്നു എന്ന് വെച്ചാൽ വാസ്റ്റായിട്ട് കിടക്കുന്ന സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ്ങിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം മാറ്റാൻ തുടങ്ങി. When it was started to use electric motors to drive each shaft, there was a great flexibility of layout. In 20th century, the horsepower motor was developed. Each machine was given its own power supply. Convenience of handling of materials encouraged one-story factory buildings. ഓരോ ഷാഫ്റ്റ്സ് ഡ്രൈവ് ചെയ്യാനും ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോലികളൊക്കെ വളരെ സിമ്പിൾ ആവാൻ തുടങ്ങി. കമ്പാരിറ്റീവ്ലി ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 20th സെഞ്ചുറിയിൽ ഹോഴ്സ് പവർ മോട്ടർ ഡെവലപ്പായി വന്നു. പിന്നീട് ഓരോ മെഷീൻസും അതിനാവശ്യമുള്ള പവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി. അങ്ങനെ ആയതോടെ പിന്നെ ഈ ബെൽറ്റിൻ്റെ ഷാഫ്റ്റിൻ്റെ ഒക്കെ ഉപയോഗങ്ങൾ കുറഞ്ഞു വന്നല്ലോ. നമ്മൾ മെയിനായിട്ട് ബെൽറ്റും ഷാഫ്റ്റിൻ്റെ ഒക്കെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ 2 സ്റ്റോറീഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ സിംഗിൾ സ്റ്റോറീഡിലേക്ക് ആക്കാൻ ഈ ഒരു ഇത് കൂടുതൽ എൻകറേജ് ചെയ്തു, ഈ ഒരു ഡെവലപ്മെൻറ്റ്. In 1907, Peter Behrens was appointed as an architect to the Jane Electrical Company AEG. In 1909, he built a huge turbine assembly for the company in Berlin. This building was a landmark in the design of factories. It introduced a sense of monumentality. 1907 പീറ്റർ ബെഹ്റൻസ് പറഞ്ഞിട്ടൊരു ഡിസൈനർ ഒരു വലിയ ഇലക്ട്രിക് കമ്പനിയായ AEGയിൽ ഒരു ആർക്കിടെക്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. പിന്നീട് 1909 അദ്ദേഹം ഒരു വലിയ ടർബൻ അസംബ്ലി ഷോപ്പ് ബിൽഡ് ചെയ്തു. അതും അദ്ദേഹം ആർക്കിടെക്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത ആ കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് സ്ഥിതി ചെയ്യുന്നത് ബെർലിനിലാണ്, ജർമ്മനിയുടെ. ഈ ഫാക്ടറി ബിൽഡിങ് ഫാക്ടറികൾക്കിടയിൽ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച സംഭവമായിരുന്നു. ഫാക്ടറികൾക്കിടയിൽ അതൊരു മോണ്യുമെൻ്റ് ആയിട്ടാണ് നിലനിന്നിരുന്നത്, അതായത് ഒരു സ്മാരകമായിട്ടാണ് അത് നിലനിന്നിരുന്നത്. Then now we can make a detailed discussion about the AEG factory. The AEG turbine factory was Peter Behrens' first factory design. The structure was constructed for the production of the steam turbines, engines that use pressurized steam to generate electricity. Peter Behrensന്റെ ഫസ്റ്റ് ഫാക്ടറി ഡിസൈനാണ് ഈ AEG ടർബൻ ഫാക്ടറി. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള സ്റ്റീം ടർബൈൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. The AEG factory had massive concrete corners and gently sloping glass curtain walls. ഈ AEG ഫാക്ടറിക്ക് മാസീവായിട്ടുള്ള കോൺക്രീറ്റ് കോർണേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്ലാസ് കർട്ടൻ വാൾസ് ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ഫേസേഡ് ഈസ് നോട്ട് ലോഡ് ബിയറിംഗ്, അതായത് ഫേസേഡ് എന്ന് പറഞ്ഞാൽ മുൻപിലെ ഭാഗം കോൺക്രീറ്റ് കൊണ്ടുള്ള മുൻപിലെ ഭാഗങ്ങളൊന്നും ലോഡ് ബിയർ ചെയ്യുന്നതായിരുന്നില്ല. The corners are free of support, but they are covered by heavy elements that slant inside. ഈ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ കോർണേഴ്സ് ഫ്രീ ഓഫ് സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് ഫേസൈഡിനെ പോലെ തന്നെ ലോഡൊന്നും ബിയർ ചെയ്യുന്നില്ല, പക്ഷേ നല്ല ഉള്ളിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഹെവി ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അത് കവേർഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കോർണേഴ്സ് കവേർഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ സ്റ്റീൽ ഫ്രെയിം റെക്ടാങ്കുലർ സ്ട്രക്ചർ അപ്രോക്സിമേറ്റ്ലി 123 meter long, 39 meter wide and 25 meter tall. ഫാക്ടറിയുടേത് ഒരു സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് റെക്ടാങ്കുലർ ആണ്. ഒരു ഏകദേശ സൈസ് എന്ന് പറയുന്നത് 123 മീറ്റർ ലെങ്ത്തും 39 മീറ്റർ വിഡ്ത്തും 25 മീറ്റർ ഹൈറ്റും ആണ്. ഇറ്റ് ഹാഡ് എ സ്കെലട്ടൺ വിത്ത് 22 മെയിൻ ഫ്രെയിംസ് പ്ലേസ്ഡ് എവറി 9 meters. ഫാക്ടറിയുടെ സ്കെലട്ടൺ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്
22 മെയിൻ ഫ്രെയിംസ് ആണുള്ളത്. ഓരോ ഫ്രെയിമും അതിൽ ഓരോ കോളംസും പ്ലേസ് ചെയ്തിട്ടുള്ളത് 9 മീറ്റർ ഇൻ്റർവെല്ലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 100 meter long and 15 meter tall glass and steel walls on either sides. 100 meter ലെങ്ത്തും 15 meter ഹൈറ്റും ഉള്ള ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ വാൾസ് ആണ് അതിൻ്റെ രണ്ട് സൈഡിലും ഉള്ളത്. The huge glass panels bend slightly as they gain height. ഈ വലിയ ഗ്ലാസ് പ്ലെയിൻസ് ഒക്കെ നല്ല ഹൈറ്റിലായതുകൊണ്ട് കുറച്ച് ബെൻഡായിട്ടാണ് ഇരിക്കുന്നത്. The building has an image of stability and monumentality. അതായത് ഈ ഒരു ഫാക്ടറി ബിൽഡിങ്ങിന് ഒരു സ്മാരകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥിരതൻ്റെ ഒക്കെ ഇമേജ് ഉണ്ട്. അതായത് ആ ഒരു രീതിയിലാണ് ഇതിനെ നോക്കി കണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. Now we can discuss about another factory building. Fagus Factory. In 1911, Walter Gropius and Adolf Meyer constructed the Fagus Works, a factory for making shoe last. Last means mold. 1911 വാൾട്ടർ ഗ്രൂപ്പിസ് ആൻഡ് അഡോൾഫ് മേയർ ഈ രണ്ട് പേരാണ് ഫാഗസ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫാക്ടറി ഷൂവിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്നതായിരുന്നു. ദ ഫാഗസ് ഫാക്ടറി ഈസ് എ കോംപ്ലെക്സ് വിത്ത് മെനി ബിൽഡിങ്സ് which contain various functions such as manufacturing, storages and offices. Though constructed with different systems, all of the buildings on the site give a common image and appear as a unified whole. നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ഫാക്ടറിൻ്റെ പോലെ ഒരൊറ്റ ബിൽഡിങ്ങിലുള്ള ഫാക്ടറി അല്ല ഇത്. ഇതൊരു ബിൽഡിംഗ് കോംപ്ലെക്സ് ആണ്. ഒരുപാട് ബിൽഡിങ്സ് ഉള്ള ആ ബിൽഡിങ്സിൽ മാനുഫാക്ചറിങ് ബിൽഡിങ്, സ്റ്റോറേജസിനുള്ള ബിൽഡിങ്, പിന്നെ ഓഫീസ് ബിൽഡിങ്സ് ഇങ്ങനെയൊക്കെ അടങ്ങി ഒരുപാട് ബിൽഡിങ്സ് അടങ്ങിയ ഒരു കോംപ്ലെക്സ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സൈറ്റിലുള്ള എല്ലാ ബിൽഡിങ്സിനും ഒരു കോമൺ ഇമേജ് ആൻഡ് അപ്പിയറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യുന്നതായിരുന്നു ഈ കോംപ്ലെക്സ്. The use of brick can be seen repeatedly throughout the complex. A 40 cm high dark brick base projects 4 cm from the facade. കോംപ്ലക്സിൽ ത്രൂ ഔട്ടായിട്ട് മൊത്തത്തിൽ ബ്രിക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഫേസൈഡിൽ 40 cm ഹൈറ്റിൽ ഡാർക്ക് ബ്രിക്ക് 4 cm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫേസൈഡിൽ നിന്ന്. The building that commonly referred as the Fagus building is the main building. Like the other buildings, this flat roof 3-story building has a facade that is comprised of more glass than brick. ഈ ഫാഗസ് ഫാക്ടറി ഒരു ബിൽഡിംഗ് അല്ല, ഒരുപാട് ബിൽഡിംഗ് ചേർന്നതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ കോമൺ ആയിട്ട് ഫാഗസ് ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഇതിലെ മെയിൻ ബിൽഡിങ്ങിനെയാണ്. മറ്റുള്ള ബിൽഡിങ്സിനെ പോലെ അല്ല കമ്പാരിറ്റീവ്ലി 3 സ്റ്റോറീഡ് ആയിട്ടും ഫ്ലാറ്റ് റൂഫായിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഫേസൈഡ് ഇതിനെക്കാട്ടിലും കൂടുതൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഫീച്ചർ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ദ ഫുള്ളി ഗ്ലേസ്ഡ് എക്സ്റ്റീരിയർ കോർണേഴ്സ് വിച്ച് ആർ ഫ്രീ ഓഫ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ്. ബിൽഡിങ്ങിൻ്റെ എടുത്തു പറയാവുന്ന ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കോർണേഴ്സും ഫുള്ളി ഗ്ലേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് കോർണേഴ്സിൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് മാത്രമേ ഉള്ളൂ, ആ കോർണറിലൊന്നും സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ ലോഡ് ബിയറിംഗ് എക്സ്റ്റീരിയർ വാൾസ്, ഗ്രൂപ്പീസ് പ്ലേസ്ഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളംസ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ടു ഫ്രീ ദ ഫേസൈഡ്. എക്സ്റ്റീരിയർ വാൾസിൽ ലോഡ് ബിയർ ചെയ്യാതിരിക്കാനും ഫേസൈഡ് ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് ഡിസൈനർ ഗ്രൂപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഡ് ബിയർ ചെയ്യാനായിട്ട് ബിൽഡിങ്ങിൻ്റെ അകത്ത് RCC കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The other two buildings on the site are the production hall and the warehouse. Both were constructed in 1911. The production hall is a 1-story building. The warehouse is a 4-story building with few openings. സൈറ്റിൽ ഉണ്ടായിരുന്ന മറ്റ് 2 വലിയ ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വെയർഹൗസും ഒന്ന് പ്രൊഡക്ഷൻ ഹാളും ആയിരുന്നു. രണ്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് 1911 പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഹാൾ ഒരു 1-story ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ വെയർഹൗസ് ആണെങ്കിൽ ഒരു 4-story ബിൽഡിംഗ് ആണ്, കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ ഉള്ള. അപ്പാർട്ട് ഫ്രം ദം ദ സൈറ്റ് കണ്ടെയ്ൻ വേരിയസ് സ്മോൾ ബിൽഡിങ്സ് ഡിസൈൻ ബൈ ഗ്രൂപ്പീസ് ആൻഡ് മേയർ. ഗ്രൂപ്പീസും മേയറും കൂടെ ഡിസൈൻ ചെയ്ത വേറെയും കുറേ സ്മോൾ ബിൽഡിങ്സ് ഒക്കെ ആ സൈറ്റിലുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ 2 ഫാക്ടറി ബിൽഡിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി ഈ ഭാഗത്ത്
ലാസ്റ്റായിട്ട് നമുക്ക് 2 ചെറിയ പാർട്ടും കൂടി നോക്കാനുണ്ട്. 2 ചെറിയ വർക്ക്സിനെ കുറിച്ചും കൂടി. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രം. നമുക്ക് അടുത്തത് നോക്കാനുള്ളതാണ് ലൂബൻ കെമിക്കൽ വർക്ക്സ്. ലൂബൻ കെമിക്കൽ വർക്ക്സ്, വിച്ച് മീൻസ് എ വാട്ടർ ടവർ, started to construct in 1911 by the designer Hans Poelzig. ഈ ലൂബൻ കെമിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ടവറിൻ്റെ വർക്കാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1911 അത് ഡിസൈൻ ചെയ്തത് ഹാൻസ് പോൾസിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനറാണ്. ഇറ്റ് വാസ് എ 7-sided സ്റ്റീൽ ഫ്രെയിംഡ് സ്ട്രക്ചർ ഓഫ് ബ്രിക്ക് ആൻഡ് ഗ്ലാസ്. അത് ബ്രിക്കും ഗ്ലാസും മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു 7-sided വർക്കാണ്. അതായത് 7 വശങ്ങളുള്ള ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് ഹാഡ് ആൻ എസ്തെറ്റിക് ആസ് വെൽ ആസ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ ലൈക്ക് ദ എജി ഫാക്ടറി. എജി ഫാക്ടറിനെ പോലെ തന്നെ ഇതിൻ്റെ യൂട്ടിലൈസേഷൻ മാത്രമല്ല, അതിൻ്റെ എസ്തെറ്റിക് അപ്പിയറൻസും കൂടി വാല്യുബിൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പോൾസിഗ് കംപ്ലീറ്റഡ് ദ ലൂബൻ കെമിക്കൽ വർക്ക് ഇൻ 1912. ഇതിൻ്റെ ഡിസൈനറായ പോൾസിഗ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 1912 ഇൻ ദിസ് ബിൽഡിംഗ് ഹി യൂസ്ഡ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ് ആൻഡ് അറേഞ്ച്ഡ് them together to give a sense of unity. ഈ ബിൽഡിങ്ങിൽ ഇതിൻ്റെ ഡിസൈനർ ഡിഫറെൻറ്റ് ഷേപ്സും ഡിഫറെൻറ്റ് സൈസസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ടു ഗിവ് എ സെൻസ് ഓഫ് യൂണിറ്റി, ഒരു യൂണിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. ചെറിയൊരു പോർഷനാണ് എസ്തേഴ്സ് ക്ലോത്തിങ് ഫാക്ടറി. ഇൻ 1919 അഗസ്റ്റെ പെററ്റ് ഡിസൈൻഡ് എസ്തേഴ്സ് ക്ലോത്തിങ് ഫാക്ടറി ഇൻ പാരീസ്. എസ്തേഴ്സ് ക്ലോത്തിങ് ഫാക്ടറി ഉള്ളത് പാരീസിലാണ്. 1919 അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനറുടെ പേരാണ് അഗസ്റ്റെ പെററ്റ്. ഹി യൂസ്ഡ് സെമി സർക്കുലർ ആർച്ചസ് ടു സപ്പോർട്ട് ദ റൂഫ് അറ്റ് മിഡ് സ്പാൻ, ദിസ് എലിമിനേറ്റിംഗ് ദ സെൻട്രൽ ലൈൻ ഓഫ് കോളംസ്. റൂഫ് സപ്പോർട്ട് ചെയ്യാനായിട്ട് റൂഫിൻ്റെ മിഡ് സ്പാനിൽ അദ്ദേഹം സെമി സർക്കുലർ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് സെൻട്രൽ ലൈന്, കോളംസിൻ്റെ സെൻട്രൽ ലൈനിനെ നമുക്ക് ഡിസൈനിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പാർട്ട് ഫ്രം ദ ഫങ്ഷണൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ലോങ് സ്പാൻ, ദ ആർച്ചസ് ക്രിയേറ്റഡ് വിഷ്വൽ ഇൻട്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിൻ ഇൻറ്റീരിയർ. പറയുന്നത് എന്താ വെച്ചാൽ ഫങ്ഷണൽ അഡ്വാൻറ്റേജസ് മാത്രമല്ല, അതിന് പുറമെ ആർച്ചസ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ്, അതായത് അതിൻ്റെ ഒരു എസ്തെറ്റിക്കൽ അപ്പിയറൻസ് ഉണ്ടാവും. അത് സാധാരണഗതിയിൽ നമ്മളൊരു പ്ലെയിൻ ഇൻറ്റീരിയർ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കുന്നത് ഒന്നും കൂടെ എന്താ പറയുക, ഒരു വിഷ്വൽ ഇൻട്രസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയണത്. ഇതോടുകൂടി നമ്മളെ സെക്കൻഡ് പാർട്ടും കൂടി കഴിഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ സെക്കൻഡ് പാർട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് 3 പാർട്സ് ആണെന്ന്. ഇനി 3ാമത്തെ പാർട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയണത് ഗ്രേറ്റ് എക്സിബിഷൻസ് ആണ്. അപ്പോൾ ഗ്രേറ്റ് എക്സിബിഷൻസ് നോക്കാം. ഇനി അതിൽ ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് ദ ഗ്രേറ്റ് എക്സിബിഷൻ ലണ്ടൻ. ദ പ്രപ്പോസൽ ടു ഹോൾഡ് എ ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ ലണ്ടൻ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ഹെൻറി കോൾ. ലണ്ടനിൽ ഗ്രേറ്റ് എക്സിബിഷൻ എന്നുള്ളൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹെൻറി കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പ്രിൻസ് ആൽബർട്ട്, ഹൂ വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ്, enthusiastically supported his idea and the great exhibition was opened on May 1st, 1851 in Hyde Park in London. റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ പ്രസിഡൻ്റായ പ്രിൻസ് ആൽബർട്ട് ഉത്സാഹത്തോടെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 1851 മെയ് 1 ലണ്ടൻ്റെ ഹൈഡ് പാർക്കിൽ ഓപ്പൺ ആയി എക്സിബിഷൻ. Exhibition was housed in the fabulous exhibition hall designed by Joseph Paxton called the Crystal Palace. എക്സിബിഷന് വേദി ഒരുക്കിയിട്ടുള്ളത് ഭയങ്കര ഫാബുലസ് ആയ, അതായത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സിബിഷൻ ഹാളാണ്. ആ ഹാൾ ഏതാണെന്ന് വെച്ചാൽ ജോസഫ് പാക്സ്റ്റൺ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് ആണ്. ഈ ക്രിസ്റ്റൽ പാലസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളത്, ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. Crystal Palace was the most interesting prefabricated building of the 19th century. ക്രിസ്റ്റൽ പാലസ് 19th സെഞ്ച്വറിയുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രീഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരുന്നു. നമുക്കറിയാം പ്രീഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളും സൈറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലാതെ കുറേ കാര്യങ്ങൾ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് അത് സൈറ്റിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നതിനെ പറയണതാണ് നമ്മൾ പ്രീഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്നത്. Design of Crystal Palace really influenced the development of glazed roofs. ഗ്ലാസ് റൂഫ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇത് നന്നായി നല്ല രീതിയിൽ ബാധിച്ചു എന്ന് പറയുന്നുണ്ട്.
It was designed by Sir Joseph Paxton for the 1851 World Exhibition in London. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലണ്ടനിലുള്ള ഗ്രേറ്റ് എക്സിബിഷന് വേണ്ടിയിട്ട് 1851 ജോസഫ് പാക്സ്റ്റൺ ഡിസൈൻ ചെയ്തതാണ് ഈ ക്രിസ്റ്റൽ പാലസ്. ദിസ് ഡിസൈൻ ഓഫ് പാക്സ്റ്റൺ വാസ് ബേസിക്കലി ആൻ എൻലാർജ്ഡ് വേർഷൻ ഓഫ് എ ഗ്രീൻ ഹൗസ് ഹി ഹാഡ് ഏർലിയർ ബിൽറ്റ് ദാറ്റ് ഇയർ 1850. പാക്സ്റ്റണിൻ്റെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ആ വർഷം തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഡിസൈൻ ചെയ്ത ഒരു ഗ്രീൻ ഹൗസിൻ്റെ ഒരു എൻലാർജ്ഡ് വേർഷനാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ വാസ്റ്റ് ഹാൾ ഓഫ് അയൺ ആൻഡ് ഗ്ലാസ്. അത് അയണും ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ളൊരു വലിയ ഹാളായിരുന്നു. ഇറ്റ് വാസ് 550 മീറ്റർ ഇൻ ലെങ്ത് ആൻഡ് 140 മീറ്റർ ഇൻ വിഡ്ത്ത് ആൻഡ് ടുക്ക് ഓൺലി 9 months ടു ഇറക്റ്റ് ഇറ്റ്. പാലസ് ഹാളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 550 മീറ്ററും വിഡ്ത്ത് 140 മീറ്ററുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഓൺലി 9 months, അതായത് 9 മാസം മാത്രമേ ഇത് മുഴുവനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ഉള്ള സമയം എടുത്തിട്ടുള്ളൂ. The iron columns and girders and the glass panes were prefabricated. പാലസിൻ്റെ ഡിസൈനിൽ യൂസ് ചെയ്തിട്ടുള്ള അയൺ കോളംസ്, അതായത് അയൺ കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കോളംസ്, സാധാ കോളംസ് തന്നെ. പിന്നെ ഗിർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേൽഭാഗത്ത് വരുന്ന അയണിൻ്റെ ഭാഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻസ്, ഗ്ലാസിൻ്റെ വലിയ വലിയ കള്ളികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രീഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. The outside diameter of the cast iron columns was standard throughout. According to the load they carried, their thickness were varied. That is, the column size was increased only by reducing the internal diameter. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള കാസ്റ്റ് അയൺ കോളംസിൻ്റെയൊക്കെ ഡയമീറ്ററൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷനിലാണെന്ന് പറയുന്നുണ്ട്. യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാവാം ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ലോഡ് ബിയർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് വാരീഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാം ഒരുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണെങ്കിലും അതിൻ്റെ ഇന്നർ ഡയമീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഹോളോ തിക്നെസ് കൂട്ടവും കുറവും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ചെയ്യും. പുറത്തേക്ക് അതിനെ ഒരേപോലെ കാണിക്കാനും പറ്റും. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. The center to center spacing and the clear distance of the columns was kept constant. ഈ ബിൽഡിങ്ങിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസും തമ്മിലുള്ള ഇൻ്റർവെല്ലൊക്കെ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഫാബ്രിക്കേഷൻ വാസ് ഓൾ ഡൺ ഇൻ ദ ഫാക്ടറി. ഓൺ ദ ബിൽഡിംഗ് സൈറ്റ് ഇറ്റ് വാസ് നെസസറി ഓൺലി ടു ഡിഗ് ദ ഫൗണ്ടേഷൻ ആൻഡ് ജോയിൻ ദ പീസസ് ടുഗെദർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മോസ്റ്റ് വർക്കും പ്രീഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്ന്. കംപ്ലീറ്റ് ഫാബ്രിക്കേഷൻസും ഫാക്ടറിയിൽ വെച്ച് നടന്നിട്ട് ഇതിൻ്റെ സൈറ്റിൽ ആകെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കുഴിക്കാനും അതുപോലെ ഫാക്ടറിയിൽ വെച്ച് ഉണ്ടാക്കിയ സംഭവങ്ങൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിൽഡിംഗ് മെഷറിംഗ് ആൻ ഏരിയ ഓഫ് 550 by 140 meter കവേർഡ് ആൻ ഏരിയ ഓഫ് 71,800 meter square ഓഫ് ഗ്രൗണ്ട് ഫ്ലോർ സ്പേസ് ആൻഡ് 20,200 meter square ഓഫ് ഗാലറി സ്പേസ്. ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 550 meter by 140 meter ആണെന്ന് പറയുന്നുണ്ട്. തന്നെ 71,800 meter square ഏരിയ ഫ്ലോർ സ്പേസും 20,200 meter square ഏരിയ ഗാലറി സ്പേസുമാണ്. The central transept was 33 meter high which was given a curved roof to preserve some trees at the site. ക്രിസ്റ്റൽ പാലസിൻ്റെ സെൻട്രൽ പോർഷൻ 33 മീറ്റർ ഹൈ ആണെന്ന് പറയുന്നുണ്ട്. അത് അത്രയും ഹൈറ്റിൽ കൊടുക്കാനുള്ള കാരണം 33 മീറ്റർ ഹൈ ആണ്, കർവ്ഡ് റൂഫാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഭാഗം അത്രയും ഹൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. After the exhibition, the Crystal Palace was dismantled and re-erected in Sydenham, a southern London suburb. It remained there until it was destroyed by fire in 1936. ലണ്ടനിലെ ഗ്രേറ്റ് എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ക്രിസ്റ്റൽ പാലസ് പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് റീഇറക്റ്റ് ചെയ്തു, അതായത് പിന്നീട് ക്രിയേറ്റ് ചെയ്തു. അത് ഒരു ലണ്ടൻ സിറ്റിയിലായിരുന്നു, സിഡൻഹാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലായിരുന്നു. അത് പിന്നീട് അത് അവിടെ തന്നെ നിലനിന്നിരുന്നു. 1936 ഒരു ഫയറിലാണ് പിന്നെ അത് ഡിസ്ട്രോയ് ആയി പോയത്. ക്രിസ്റ്റൽ പാലസിനെ കുറിച്ച് ഇത്രയാണ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. The Paris exhibition. The competition for the design schemes for the
1889 Paris Exposition was announced in 1886. 1889 നടക്കാനുള്ള പാരീസ് എക്സിബിഷനുള്ള ഡിസൈൻ സ്കീമൊക്കെ കോമ്പറ്റീഷന് ഏത് ടൈപ്പ് ഡിസൈനിങ് കൊടുക്കുമല്ലോ, അങ്ങനെയുള്ള ഡിസൈൻ സ്കീം 1886 അനൗൺസ് ചെയ്തു. The organizing committee wanted to include an iron tower 1000 feet tall in the exhibition. ഈ എക്സിബിഷൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റി 1000 ഫീറ്റ് ഹൈറ്റുള്ള ഒരു ടവർ എക്സിബിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഗസ്റ്റവ് ഈഫൽ was chosen to create the Eiffel Tower built of iron. ഗസ്റ്റവ് ഈഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനർ ഈഫൽ ടവർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഫുൾ അയൺ ആയിട്ടാണ് അത് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അത് കൺസ്ട്രക്ട് ചെയ്തത് ഒരു എൻട്രൻസ് ആർച്ച് വേ ആയിട്ടായിരുന്നു. നമുക്ക് ഗസ്റ്റവ് ഈഫലിൻ്റെ ഈഫൽ ടവറിനെ കുറിച്ച് നോക്കാം. The Eiffel Tower has a square base measuring 125 meter on each side, approximately 4 acres. ഈഫൽ ടവറിൻ്റെ ബേസ്മെൻ്റ് ഒരു സ്ക്വയർ ഷേപ്പ്ഡ് ആയിരുന്നു. അതിൻ്റെ ഈച്ച് സൈഡും 125 മീറ്റർ ആയിരുന്നു. ഏകദേശം 4 ഏക്കറോളം വരും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ദ എൻറ്റയർ സ്ട്രക്ചർ വെയ്റ്റ്സ് എബൌട്ട് 10,668 ടൺസ്. ഈ ഈഫൽ ടവറിൻ്റെ ഫുൾ അയൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,668 ടണ്ണോളം വരും എന്നാണ് പറയുന്നത്. 2.5 million rivets have been used in the construction. 2.5 മില്യണോളം റിവറ്റ്സ് ഈ ഒരു കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. റിവറ്റ്സ് മീൻസ് നമ്മൾ ഈ ആണി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ, രണ്ട് സംഭവങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ റിവറ്റ്സ് എന്ന് പറയുക കേട്ടോ. It was built by a team of 250 men at an extraordinary speed and was completed in 26 months. The speed of construction of the tower was possible only because of Eiffel's ability to plan ahead with utmost precision. ഇത് ബിൽഡ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഒരു 250ഓളം എക്സ്ട്രാ ഓർഡിനറി സ്പീഡുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്രയും സ്പീഡായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പോസിബിൾ ആവാൻ കാരണം ഗസ്റ്റവ് ഈഫലിൻ്റെ എബിലിറ്റി ആണെന്നും പറയുന്നുണ്ട്. Over 18,000 separate components were used. Many of them were prefabricated and used with the help of precise technical drawings. ഇതിൻ്റെ ഡിസൈനിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ ഒരു 18,000-ത്തിലധികം കമ്പോണൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അധികവും പ്രീഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. പല ഭാഗങ്ങളും ടെക്നിക്കൽ ഡ്രോയിങ്സിൻ്റെ സഹായത്തോടെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ടവർ സ്റ്റാൻഡ്സ് ഓൺ 16 പിയേഴ്സ്, 4 to each legs of the base. നിൽക്കുന്നത് 16 തൂണുകളിലാണെന്ന് പറയുന്നുണ്ട്. പിയേഴ്സ് മീൻസ് തൂണുകൾ. ദെൻ 4 തൂണുകളാണ് നമ്മളതിൽ പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ 4 മെയിൻ ഭാഗങ്ങളിലും 4 തൂണുകളായിട്ട് 16 തൂണുകളാണ് ഇതിൽ ടോട്ടൽ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഹൗസ്ഡ് ആസ് എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഡ്യൂറിങ് ദ 1889 എക്സിബിഷൻ ഇറ്റ് ബിക്കെയിം ദ പ്ലേസ് ടു ഈറ്റ്. ഈഫൽ ടവറിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 1889 എക്സിബിഷനിൽ അത് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ആയിരുന്നു. ന്യൂസ് പേപ്പർ ലി ഫിഗാറോ had its own office on the second platform at a height of 380 feet. That means 116 meter. സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലി ഫിഗാറോ എന്ന് പേരുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഓഫീസാണ്. അത് ഏകദേശം 380 ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. 2 million people were visited it during the exhibition, traveling to the first, second and third platform by elevator. Also steps to the very top. Total 1,671 സ്റ്റെപ്പ് ആർ ദർ. 2 മില്യണോളം ആളുകൾ ഈ എക്സിബിഷൻ്റെ ടൈമിൽ ഈഫൽ ടവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എലിവേറ്റർ യൂസ് ചെയ്തിട്ട് ഏകദേശം 3rd പ്ലാറ്റ്ഫോം വരെ അവർ പോയി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും ടോപ്പിലേക്ക് വരെ സ്റ്റെപ്സ് ഉണ്ട്. ഏകദേശം 1671 സ്റ്റെപ്പോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഗസ്റ്റവ് ഈഫൽ വാസ് എ റിയൽ സയൻറ്റിസ്റ്റ്. He didn't want his tower to be looked upon as a mere ornament. He installed meteorological equipment at the top to investigate weather conditions at altitude and compare these readings with those taken on the ground. ഗസ്റ്റവ് ഈഫൽ ഒരു
സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് അദ്ദേഹത്തിന് വേറെ ഒരു ഡിസൈനായിട്ട് അല്ലെങ്കിൽ കാണാൻ മാത്രമുള്ളൊരു സംഭവമായിട്ട് വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അതിൻ്റെ മുകളിൽ ഒരു മെറ്റോളജിക്കൽ എക്യുപ്മെൻറ്റ് സിറ്റുവേറ്റ് ചെയ്തിരുന്നു. ഇതിനായിരുന്നു എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡിലും ഗ്രൗണ്ടിലും ഉള്ള വെതർ കണ്ടീഷൻസിനെ കമ്പയർ ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഹി ആൾസോ യൂസ് ദ ടവർ ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഇൻ എയറോഡൈനാമിക്സ് ആൻഡ് കൺസ്ട്രക്റ്റഡ് എ വിൻഡ് ടണൽ അറ്റ് ദ ബേസ്. സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ എയറോഡൈനാമിക്സ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ടവർ യൂസ് ചെയ്തിരുന്നു. ടവറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു വിൻഡ് ടണലൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദ കൺട്രീസ് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻസ് ആൻഡ് TV സ്റ്റേഷൻസ് were housed in the Eiffel Tower. രാജ്യത്തിലെ ആദ്യത്തെ റേഡിയോ TV സ്റ്റേഷൻസൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരുന്നത് ഈഫൽ ടവറിലാണെന്ന് പറയുന്നുണ്ട്. ഈഫൽ ടവർ held the title of the tallest building in the world until the construction of Chrysler Building in New York City in 1929. 1929 ന്യൂയോർക്ക് സിറ്റിയിൽ ക്രിസ്ലർ ബിൽഡിംഗ് വരുന്ന വരെ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള പേര് ഈഫൽ ടവറിൻ്റെ ആയിരുന്നു. ഈഫൽ ടവറിൻ്റെ പോർഷനും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നോക്കാനുള്ളത് ഒരു ചെറിയ പോർഷനാണ്. ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ഗാലറി ഡെസ് മെഷീൻസ്. ഗാലറി ഡെസ് മെഷീൻസ് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിനെ കുറിച്ചും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ. ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ഗാലറി ഡെസ് മെഷീൻസ്. ഗാലറി ഡെസ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിനെ കുറിച്ചുകൂടിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഗാലറി ഡെസ് മെഷീൻസ് ഹാഡ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 20 acres ഓഫ് യൂസബിൾ സ്പേസ്. ബിൽഡിങ്ങിന് 20 ഏക്കറോളം യൂസബിൾ ആയിട്ടുള്ള സ്പേസ് അതിൻ്റെ ഏരിയ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹാഡ് എ വാസ്റ്റ് എക്സിബിഷൻ ഹാൾ മെയ്ഡ് പോസിബിളി ബൈ യൂസിങ് ദ 3-pin hinged ഓർ പോർട്ടൽ ആർച്ച്. ഇതിനൊരു വലിയ ഏരിയ ഉള്ളൊരു എക്സിബിഷൻ ഹാൾ ഉണ്ട്. അത് എങ്ങനത്തെ ടൈപ്പ് ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയണത് എന്ന് വെച്ചാൽ പിൻ ഹിഞ്ച്ഡ് ഓർ പോർട്ടൽ ആർച്ച്. ഈ ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ആർച്ച് എന്നറിയോ? നമ്മൾ ഈ മോസ്കിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുമല്ലോ. സാധാരണ നമ്മൾ കൊടുക്കുന്ന ആർച്ചിൻ്റെ ഏറ്റവും മേലെ ഒരു കൂർപ്പുണ്ടായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഈ താജ്മഹലിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ആ ടൈപ്പ് ആർച്ചിനെയാണ് പിൻ ഹിഞ്ച്ഡ് ഓർ പോർട്ടൽ ആർച്ച് എന്ന് പറയുന്നത്. The gallery desk machine formed a huge glass and metal hall with an area of 115 by 420 meter and a height of 48 meter. ഈ ഗാലറി ഡെസ്ക് മെഷീൻസ് ഒരു വലിയ ഹാളാണ്. ഹാളിൻ്റെ ഹാള് മെയിനായിട്ടും ഗ്ലാസ് ആൻഡ് മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാളാണ്. അതിൻ്റെ ഏരിയ പറയുന്നുണ്ട് 115 meter by 420 meter ആണ് അതിൻ്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 48 meter ആണ്. It had curved sides and gabled roof. അതിന് കേർവ്ഡ് സൈഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോർട്ടൽ ആർച്ചസ് ആണെന്ന്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കർവ്ഡ് ആയിരിക്കുമല്ലോ വാൾസ് വരിക. പിന്നെ അതേപോലെ തന്നെ ഗ്യാബിൾഡ് റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള റൂഫിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഈ ഗ്യാബിൾഡ് റൂഫ്. The roof, the end walls and the side walls consisted mainly of colored glass which emphasized the lightness of the structure. ഇതിൻ്റെ റൂഫിലും അതേപോലെ സൈഡ് വാൾസിലും എൻഡ് വാൾസിലൊക്കെ കളേർഡ് ഗ്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കളേർഡ് ഗ്ലാസ്, ഉള്ളിലേക്ക് ലൈറ്റിങ്ങിനുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. ഇറ്റ് വാസ് ഫ്രീ ഓഫ് ഇൻറ്റേർണൽ സപ്പോർട്ട്സ്. അതായത് ഈ ബിൽഡിങ് ഉള്ളിൽ നിന്ന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഒന്നും ഉള്ളിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഫ്രെയിംവർക്ക് കൺസിസ്റ്റഡ് ഓഫ് 20 trusses. Trusses were small at the base and larger higher up. ഫ്രെയിംവർക്കിൽ 20 trusses ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ട്രസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൽ അതായത് താഴെ ഭാഗത്തൊക്കെ ചെറുതായിട്ടും മേലേക്ക് എത്തുന്നതിനനുസരിച്ച് വലിപ്പം കൂട്ടിയിട്ടുമാണ് ഇതിൻ്റെ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ളത്. These prefabricated wrought iron trusses had 2 half arches hinged at their meeting point, that is 45 meter above the floor. ഈ പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റോട്ട് അയണിൻ്റെ ട്രസ്സസ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഹാഫ് ആർച്ചസ് ആണ്. അതായത് പകുതി, ഒരു ആർച്ചിൻ്റെ പകുതി എങ്ങനെയാണോ വരിക അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ട്രസ്സസ് ആയിരുന്നു. അത് അതിൻ്റെ
ഹിഞ്ചിങ് പോയിൻ്റ്, അതായത് അതിൻ്റെ സെൻറ്റർ ആയിരിക്കും വരിക. അത് രണ്ടും കൂടി കൂട്ടി മുട്ടിക്കുന്ന പോയിൻ്റ് താഴെ നിന്നും ഓൾമോസ്റ്റ് ഒരു 45 മീറ്റർ എബോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പെയിൻറ്റിങ്സ്, മൊസൈക്ക് ആൻഡ് സെറാമിക് ബ്രിക്സ് ആൾസോ ഫോംഡ് എ പാർട്ട് ഓഫ് ദ ക്ലാഡിംഗ്. പിന്നെ ക്ലാഡിങ്ങിൽ പെയിൻറ്റിങ്സ്, മൊസൈക്സ് അതുപോലെ സെറാമിക് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. The interior was lit by electric lights invented only some 7 years earlier. ഈ സ്ട്രക്ചറിൻ്റെ ഒരു ഇൻറ്റീരിയർ ആയിട്ട് ഇലക്ട്രിക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ എന്താ പറയുക, കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ഈ ഇലക്ട്രിക് ലൈറ്റ്സ് കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതും കൂടി ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നിട്ടുണ്ട്. ദ ഗാലറി വാസ് ഡിമോളിഷ്ഡ് ഇൻ 1910. 1910 ഈ ഗാലറി ഡെസ്മിനേഷൻസ് നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.